മുനമ്പത്ത് ജനങ്ങൾക്ക് കിടപ്പാടം തിരികെ കൊടുത്ത വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നാലെ ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേരളത്തിലേക്ക് വരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മുനമ്പത്തിലൂടെ മറ്റൊരു ചരിത്രമാണ് ഇവിടെ രചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് മുനമ്പത്ത് ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വഖഫ് ഭേദഗതി നിയമം വന്നതോടുകൂടി കഴിഞ്ഞു എന്നതാണ് മറ്റൊരു വസ്തുത. ശരിക്കും കേരളത്തിലെ മുനമ്പത്തുള്ള ജനങ്ങൾക്ക് ആശ്വാസമായിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതി. വഖഫ് നിയമ ഭേദഗതിയിലൂടെ തന്നെ വോട്ട് ബാങ്കുകൾക്ക് പിന്നിലുള്ള ജാതി മത സമവാക്യങ്ങളെ കേന്ദ്ര സർക്കാർ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ജാതിയും വോട്ട് ബാങ്കിനും ഈ നാട്ടിൽ ഒരു സ്ഥാനവുമില്ല എന്നും സാധുക്കളുടെ കണ്ണീരിനാണ് വില കൊടുക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതിലൂടെ തന്നെ ഈ നാട്ടിലെ ഓരോ സമൂഹത്തിനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇനി പല മുന്നണികളിലും ആവേശവും അതുപോലെ തന്നെ പല അടിയൊഴുക്കുകൾക്കും സാധ്യതയുണ്ട് എന്ന സൂചനകളും പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. മുനമ്പത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ അവരുടെ പല്ലും നഖവും കൊണ്ട് വഖഫ് ബില്ലിനെ നിഷ്പക്ഷമായി തന്നെ എതിർത്തതും അവർ സമരം നടത്തിയതുമൊക്കെയാണ് കേന്ദ്രത്തിന് ഇരു സഭകളിലും ഈ ഒരു വിഷയം ഇത്രത്തോളം തന്നെ ശക്തമായി തന്നെ അവതരിപ്പിക്കുവാനും കഴിഞ്ഞത്. പ്രതിപക്ഷ പാർട്ടികൾ വഖഫ് ബില്ല് നിയമം അവതരിപ്പിക്കാതിരിക്കാൻ ശക്തമായി എതിർത്തെങ്കിൽ പോലും ആ എതിർപ്പുകളെ എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് അത് വകവെക്കാതെയാണ് കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയതും. ഇതിന്റെ പ്രതിഫലനമായി മറ്റൊരു രാഷ്ട്രീയ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മുസ്ലിം വോട്ട് ബാങ്ക് മോഹിച്ചു വന്ന് സമരം പൊളിക്കാൻ തുനിഞ്ഞിറങ്ങിയ കോൺഗ്രസ് പാർട്ടി അടക്കം ഇപ്പോൾ വെമ്പൽ കൊള്ളുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനിയും കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തിന് യാതൊരുവിധ സ്ഥാനവും ഇവിടെയില്ല, കേരളത്തിൽ ഇല്ല എന്ന് അടിവരയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിൽ മുനമ്പം ജനത അതിനെ പൊളിച്ചെഴുതി എന്ന് തന്നെ നമുക്ക് വ്യക്തമായി തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അതേസമയം കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ മാസം 9-ാം തീയതിയാണ് മുനമ്പത്തെ ജനങ്ങളെ കാണാനായി എത്തുന്നത്. വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ സന്ദർശനം നടത്തുന്നതും. NDA എറണാകുളം ജില്ലാ കമ്മിറ്റി നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നതും. മാത്രമല്ല അദ്ദേഹത്തിനെ വരവേൽക്കാൻ വലിയ ഒരുക്കങ്ങളാണ് മുനമ്പം ജനത തയ്യാറാക്കുന്നതും. വഖഫ് ബില്ലിന്മേൽ ഇരു സഭകളും നടന്ന ചർച്ചകളിൽ മുനമ്പം വിഷയം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിയിരുന്നു. മുനമ്പം നിവാസികൾക്ക് ബില്ല് കൊണ്ട് ഗുണകരമാകുമെന്നതാണ് കേന്ദ്ര സർക്കാർ പറയുന്നതെങ്കിലും നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു. വഖഫ് ബില്ല് പാസ്സായതിന് പിന്നാലെ തന്നെ വലിയ ആഘോഷങ്ങളായിരുന്നു മുനമ്പം ജനത നടത്തിയിരുന്നത്. കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചും അതുപോലെ തന്നെ പ്രതിപക്ഷ MP-മാരെ വിമർശിച്ചും സമരസമിതി രംഗത്ത് വന്നിരുന്നു. മോദിക്കും സുരേഷ് ഗോപിക്കും ജയ് വിളിച്ചായിരുന്നു അവർ ആഘോഷം നടത്തിയതും. താങ്ക് യു സാർ, താങ്ക് യു സുരേഷ് ഗോപി എന്നൊക്കെയുള്ള പ്ലക്കാർഡുകൾ ആ സമരപ്പന്തലിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ബില്ലിനെ അനുകൂലിച്ചവരുടെയും അതുപോലെ തന്നെ എതിർത്തവരുടെയും പേരുകൾ മുനമ്പം സമരപ്പന്തലിൽ അവർ കെട്ടിത്തൂക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. സുരേഷ് ഗോപിയുടെ ചിത്രത്തിന് താഴെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ താങ്ക് യു സാർ എന്നും രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകളും ആ സമരപ്പന്തലിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. MP-മാരെ തിരിച്ചറിയുന്ന രീതിയിലായിരുന്നു സമരപ്പന്തലിൽ അവർ പേരുകൾ രേഖപ്പെടുത്തിയിരുന്നതും. 14 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ബില്ല് രാജ്യസഭയിലും കടന്നത്. അതുപോലെ തന്നെ വോട്ടെടുപ്പിൽ 128 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 95 പേരായിരുന്നു ഈ ബില്ലിനെ എതിർത്തതും. ലോക്സഭയ്ക്ക് പുറമെ തന്നെ രാജ്യസഭയിലും ബില്ല് പാസ്സാക്കിയതോടെയാണ് ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുകയും ചെയ്തത്. രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ തന്നെ ഈ ഒരു ബില്ല് നിയമമായി മാറും. ഇതോടുകൂടി തന്നെ നമ്മുടെ കേരള ചരിത്രത്തിലെ തന്നെ വലിയൊരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നതും. പല രാജ്യങ്ങളും പല മുസ്ലിം രാജ്യങ്ങളടക്കം ഈ വഖഫ് ഭേദഗതി ബില്ലിനെ അതിനെ കൈകാര്യം ചെയ്യുന്നത് സർക്കാരാണ്. എന്നാൽ കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ വരുമ്പോൾ വഖഫ് ഭേദഗതി നിയമം ഇവിടെ പാസ്സായി കഴിഞ്ഞാൽ വളരെ കോളിളക്കം സൃഷ്ടിക്കുമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ബില്ല് ഇപ്പോൾ ഇരു സഭകളിലും എത്തിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.